വാസു ഇപ്പോ നിലത്ത് കിടക്കുകയാണ്, പട്ടുമെത്തയിലൊക്കെ കിടന്ന പാവം മനുഷ്യനെ CPM ഒറ്റി എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കള്ളന്മാരും കൈയിട്ട് വാരി അവസാനം വാസു പിടിയിലുമായി. ഇപ്പൊ പ്രശാന്ത് ഇന്നലെ പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക. എന്നെ അറസ്റ്റ് PS പ്രശാന്ത് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? എന്റെ മാനത്തിന് എന്താണ് വില? അതെനിക്ക് മാനനഷ്ട കേസ് കൊടുക്കും ഞാൻ എന്നൊക്കെയാണ് പറയുന്നത്. പത്മകുമാർ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മച്ചിയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിണറായിയോട് ചോദിക്കാനാണ് അങ്ങേരും കൈ ഒഴിഞ്ഞു. അപ്പൊ കേന്ദ്രം ഇത് ഏറ്റെടുക്കും അന്വേഷണം, മിക്കവാറും കേന്ദ്രത്തിന്, കാരണം ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ജയകുമാർ വന്നപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ജയകുമാറിനെയും ചിലപ്പോ ഡൽഹിക്ക് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇടയുണ്ട്, സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. AKG സെന്ററിലേക്ക് EDയുടെ ഒരു വരവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇനി? വാസു എന്തായാലും പിടിക്കപ്പെടുമെന്നാണ്. നമ്മൾ പ്രായാധിക്യായി, മറ്റൊന്നും നോക്കാനില്ല, 10 തലമുറയ്ക്ക് ഉണ്ടാക്കിയത് 50 തലമുറ കഴിഞ്ഞാലും അയ്യപ്പന്റെ മുതൽ മോട്ടിച്ചെന്നുള്ള പേര് മാറത്തില്ല. മൊത്തത്തിൽ നാണം കെട്ടിരിക്കുമ്പോ വാസു ഉള്ള സത്യമൊക്കെ പുറത്ത് ഛർദ്ദിക്കുവോ? വാസു പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ വാസുവിനെ ഗരുഡൻ തൂക്കത്തില്ല. നമ്മള് ഗരുഡൻ തൂക്കം പറഞ്ഞേ മതിയാവത്തുള്ളൂ. അല്ല, ഇതിനകത്ത് ഈ നമ്മള് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും വലിയ വലിയ പൊസിഷനുകളൊക്കെ ഇരുന്നവർക്ക് ഈ ചില കാര്യത്തിനകത്ത് അജ്ഞത ഉണ്ടാവും. ഈ 3ാം മുറ അല്ലെ പോലീസിന്റെ ചില നീക്കങ്ങൾ മറ്റത് മറിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാനോ അവർ ഈ വഴിക്കൂടെ കടന്നു പോയിട്ടൊന്നും ഉണ്ടാവത്തില്ല.